ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാനിന്നേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ 1.5 കിലോ ബീഫ് എടുത്ത് നല്ലപോലെ തന്നെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അതിലെ വെള്ളമൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൈവച്ച് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ തന്നെ എല്ലാം കൂടിയും കൈവച്ച് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഇനി അതൊരു 5 വിസിൽ നമുക്ക് വരുത്തണം കേട്ടോ. ഒരു 5 വിസിലൊക്കെ വന്നപ്പോൾ നമ്മളുടെ ബീഫ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബീഫിൽ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്കായ, ഒരു കഷ്ണം പട്ട, 2 കരയാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ ഞാനൊരു 4 സവാള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ അതൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. നല്ലപോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും ഒരു 20ഓളം ചുമന്നുള്ളിയും ചതച്ചെടുത്തതും ഒരു 5 പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി കട്ടി കുറച്ച് നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം നമുക്കിതിലേക്ക്. അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫിൽ വെള്ളം ഉണ്ടായിരുന്നല്ല, ആ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീഫ് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം മാത്രം ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്തത്. ഇനി മസാലയും ഈ ബീഫിലുണ്ടായിരുന്ന വെള്ളവും കൂടി നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മളുടെ കറി ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ബീഫ് കറിയാണ് കേട്ടോ ഇത്. എന്നാൽ ഒരു ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ബീഫ് കറിക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മളുടെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് അടുപ്പത്തുനിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ളൊരു ബീഫ് കറി തന്നെയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടാവുന്ന നല്ലൊരു ബീഫ് കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറി തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.